ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സും മാനേജറും PTA-യും എല്ലാം കൂടി ഒത്തിണങ്ങി കിട്ടുന്ന ഒരു സംഭവം വളരെ കുറവാണ്. അതുകൊണ്ട് കുട്ടി നിർബന്ധമായും റോബോട്ടിക് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഊന്നിക്കൊണ്ടുള്ള റോബോട്ടിക് ടെക്നോളജി ഈ കലാലയിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ അത് പഠിക്കാൻ തയ്യാറാവണം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പുതിയ യൂണിഫോമുകളുടെ തിളക്കവും വർണ്ണക്കുടകളും ബാഗുകളുമായി സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി കുരുന്നുകൾ വീണ്ടും വിദ്യാലയമുറ്റത്തേക്ക്. പെരിന്തൽമണ്ണ പാതായിക്കര AUP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കുട്ടികളുടെ ചിരിയും പ്രതീക്ഷകളും കൊണ്ട് ഉത്സവാന്തരീക്ഷമായി. പഠനത്തിനൊപ്പം പ്രതിഭകളെയും സ്വപ്നങ്ങളെയും വളർത്തുന്ന പുതിയ പദ്ധതികളുമായി വിദ്യാലയം പുതിയ അധ്യയന വർഷത്തെ വരവേറ്റു. പെരിന്തൽമണ്ണ പാതായിക്കര AUP സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ആഘോഷപൂർവ്വമാണ് സംഘടിപ്പിച്ചത്. പുതുബാഗുകളും യൂണിഫോമുകളും വർണ്ണക്കുടകളുമായി വിദ്യാലയമുറ്റത്തെത്തിയ കുരുന്നുകളെ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ഹൃദ്യമായി വരവേറ്റു. പ്രവേശനോത്സവം സംസ്ഥാന പ്രിൻസിപ്പൽ തഹസീൽദാർ അവാർഡ് ജേതാവ് A. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പാതായിക്കര AUP സ്കൂള് അതിന്റെ ഒരു പ്രയാസമുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അത് ഇന്ന് മികച്ച പഠന മികവിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റി എന്നുള്ളത് അതില് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സുനിൽ ചെമ്പത്ത് മാനേജറെ വളരെയധികം പ്രശംസിക്കുകയാണ്. കാരണം ഒരു മികച്ച മാനേജ്മെന്റിന് മാത്രമേ മികച്ച അവസരങ്ങൾ സമൂഹത്തിന് പ്രദാനം ചെയ്യാൻ കഴിയൂ എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. ചടങ്ങിൽ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റും സിനിമ അഭിനേതാവുമായ ഡോക്ടർ വേണുഗോപാൽ മുഖ്യാതിഥിയായി. ഈ അക്കാഡമിക് വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് വിദ്യ അഭ്യസിക്കാനും വിവരം ഉണ്ടാവാനും ജോലി ചെയ്യാനും ഒക്കെ അത്യാവശ്യമാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സും മാനേജറും PTA-യും എല്ലാം കൂടി ഒത്തിണങ്ങി കിട്ടുന്ന ഒരു സംഭവം വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ വരുന്ന കുട്ടികൾ, കാരണം ഞാൻ പറയാനുള്ളത്, കാരണം നമുക്കൊക്കെ അറിയാം കുട്ടികളെ കാത്തിരിക്കുന്നത് ഒരുപാട് വിഷമങ്ങൾ, ഭവിഷ്യത്തുകളുണ്ട്, അപകടങ്ങളുണ്ട്. അതിലൊന്നും പെടാതെ ഇവിടെ വരുന്ന കുട്ടികൾ അതിലൊന്നും പോവാതെ അവരെ ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും മികച്ച ഭൗതിക അക്കാദമിക സാഹചര്യങ്ങളും ഉറപ്പാക്കുക എന്നതാണ് വിദ്യാലയത്തിന്റെ പ്രഥമ ലക്ഷ്യം. ഈ വർഷം മുതൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി PSC കോച്ചിങ്ങും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരിശീലനവും ആരംഭിക്കാനുള്ള ഒരുക്കത്തിലുമാണ് മാനേജ്മെന്റ്. റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ആധുനിക പഠന മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ രീതിയാണ് സ്കൂളിൽ നടപ്പാക്കുന്നതെന്ന് മാനേജർ സുനിൽ ചെമ്പത്ത് പറഞ്ഞു. അതുകൊണ്ട് കുട്ടി നിർബന്ധമായും റോബോട്ടിക് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഊന്നിക്കൊണ്ടുള്ള റോബോട്ടിക് ടെക്നോളജി ഈ കലാലയിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ അത് പഠിക്കാൻ തയ്യാറാവണം. അതിനുള്ള കുട്ടികളെ കണ്ടെത്തി, എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ പെട്ടെന്ന് അത് പഠിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ കുറച്ച് കുട്ടികൾ അത് പഠിച്ച് +2 എല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ കുട്ടിക്കൊരു ബേസ് അടിസ്ഥാനം ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാവും ഈ കലാലയത്തിൽ മികച്ചതായി നമുക്ക് കാണാൻ കഴിയുക. ടാലന്റ് ലാബ് പദ്ധതിയുടെ ഭാഗമായി റോബോട്ടിക്സ്, അബാക്കസ്, കളരിപ്പയറ്റ്, കരാട്ടെ തുടങ്ങി
15ഓളം കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിനും പ്രത്യേക പരിശീലനം നൽകുന്നുണ്ടെന്നും കഴിഞ്ഞ വർഷം ദേശീയതല അബാക്കസ് ചാമ്പ്യൻഷിപ്പിൽ വിദ്യാർത്ഥികൾ മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ടെന്നും ഹെഡ്മിസ്ട്രസ് ശ്രീജ PM പറഞ്ഞു. ഞങ്ങളുടെ പൊതുവിദ്യാലയത്തിൽ ഈ വർഷം എത്തിച്ചേർന്ന എല്ലാ കുരുന്നു മക്കളെയും ഞങ്ങൾ ഈ വിദ്യാലയത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഏകദേശം 15ഓളം കോഴ്സുകളിലായി ടാലൻറ്റ് ലാബ് എന്ന പ്രോഗ്രാമിൽ 15ഓളം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. റോബോട്ടിക്സും അബാക്കസും കളരിപ്പയറ്റും കരാട്ടയും ഒക്കെ ഉൾപ്പെടുന്ന ഏകദേശം 15ഓളം ക്ലാസ്സുകളാണ് ശനിയാഴ്ചകളിൽ കുട്ടികൾക്ക് നൽകുന്നത്. കഴിഞ്ഞ വർഷം നാഷണൽ ലെവൽ അബാക്കസ് ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടികൾ വളരെ മികവാർന്ന വിജയം കൈവരിച്ചിട്ടുണ്ട്. അതുപോലെ സബ് ജില്ലാ കലോത്സവങ്ങളിലും സംസ്കൃതോത്സവം, അറബിക് കലോത്സവം എല്ലാറ്റിലും ഞങ്ങൾ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ചടങ്ങിൽ LSS വിജയികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത്, പെരിന്തൽമണ്ണ നഗരസഭ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖദീജ, PTA പ്രസിഡന്റ് വിനോദ്, സ്റ്റാഫ് പ്രതിനിധി അബ്ദുൾ റഹീം, MTA പ്രസിഡന്റ് സെറീന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാഭ്യാസത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ചുവടുവെച്ച കുരുന്നുകളുടെ ചിരികളും സ്വപ്നങ്ങളും നിറഞ്ഞ പ്രവേശനോത്സവം പാതയ്ക്കര AUP സ്കൂളിന്റെ പുതിയ അക്കാദമിക വർഷത്തിന് വർണ്ണാഭമായ തുടക്കമായി മാറി. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.